കണ്ണൂരിൽ കനത്ത മഴയിൽ ബാവലിപ്പുഴയിലെ തടയണ പൊട്ടി. കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള തടയണയാണ് പൊട്ടിയത്. ഉത്സവത്തിന് എത്തുന്നവർ കുളിക്കുന്ന പുഴയിൽ സ്ഥാപിച്ച തടയണയാണ് പൊട്ടിയിരിക്കുന്നത്. സുനിൽ ഐസക് ചേരും തടയണ പൊട്ടിയതിന്റെ ദൃശ്യങ്ങളിലേക്ക്. സുനിൽ, എന്താണ് അവസ്ഥ? കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് ആണ്. അതിശക്തമായ മഴ തുടരുകയാണ്. നഗര പ്രദേശങ്ങളിലൊക്കെ കനത്ത മഴയാണ്. കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാവും. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ജില്ലയിൽ വലിയ തോതിൽ വെള്ളക്കെട്ടും അതിന്റെ പ്രതിസന്ധികളും ഒക്കെ. ഇപ്പോ ഈ കൊട്ടിയൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, കൊട്ടിയൂരിൽ ഇപ്പോൾ ഉത്സവം നടക്കുന്ന സമയമാണ്. നൂറുകണക്കിന് ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ സംസ്ഥാനത്തിന് പുറത്തുനിന്നുമൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ബാവലിപ്പുഴയിൽ കുളിച്ച് ഈറനായി വേണം അവിടെ അമ്പലത്തിലേക്ക് ദർശനത്തിനായി പോവാൻ. അതൊരു ചടങ്ങിന്റെ ഭാഗം കൂടിയാണ്. അതിനുവേണ്ടിയാണ് അവിടെ ഒരു ബാവലിപ്പുഴയിൽ തടയണ കെട്ടിയിരുന്നത്. ആ തടയണയാണ് അല്പസമയം മുമ്പ് പൊട്ടിയിരിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം, അതായത് താഴ്ഭാഗത്തായി കെട്ടിയ തടയണ പൊട്ടിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി അവിടെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിശക്തമായ ഗതാഗതക്കുരുക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കൊട്ടിയൂർ ഭാഗത്തേക്കുള്ള മുഴുവൻ റോഡുകളും ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണുള്ളത്. പ്രത്യേകിച്ച് വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന പാൽച്ചുരത്തിലടക്കം അതിരൂക്ഷമായ ഗതാഗത തടസ്സമുണ്ട്. ഒപ്പം കേളകത്ത് നിന്ന് കൊട്ടിയൂരിലേക്ക് ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആ 8 കിലോമീറ്റർ ദൂരവും ഇപ്പോൾ അതിശക്തമായ ഗതാഗത കുരുക്കാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾക്ക് പോലും കടന്നു പോകാൻ വലിയ പ്രയാസമുണ്ടാവുന്നു. അത്തരത്തിൽ വലിയ ഗതാഗത തടസ്സവുമുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടി, ഏറ്റവും പുതിയതായി വരുന്ന ഒരു വിവരം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അത് അഴീക്കോട് അല്പസമയം മുമ്പ് ഒരാളെ കുളത്തിൽ കാണാതായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിക്കാൻ കഴിയും. ശരി സുനിൽ.